ചേർത്തു പിടിച്ച ഉമ്മ, അടുപ്പിച്ചു നിർത്തിയ ഉമ്മ, പോസിറ്റീവായി സംസാരിച്ച ഉമ്മ. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, എന്നിട്ടോ ബാപ്പാക്ക്, ഞങ്ങളെ ബാപ്പയെ പുറത്തിരിക്കുന്നത്, ഞങ്ങളെ ബാപ്പാനെ ഉമ്മ കരളിന്റെ കഷ്ടം പോലെ സ്നേഹിച്ചു. ഒരു മോശം വാക്ക് ഉമ്മ പറഞ്ഞില്ല ബാപ്പനോട്, ബാപ്പമ്മനോട് പറഞ്ഞില്ല. ഞങ്ങള് കണ്ടിട്ടില്ല ബാപ്പയും ഉമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്, ബാപ്പയും ഉമ്മയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്നത്. ബാപ്പാന്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ ഉമ്മ മത്സരിക്കും, ഉമ്മാന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാൻ ബാപ്പ മത്സരിക്കും. ഇതാണ് ഞങ്ങളുടെ വീട്. അതിനിടക്കാണ് 3 കൊല്ലം മുമ്പ് ഉമ്മാക്കൊരു വേദന വന്നത്. ആ വേദന ഡോക്ടറെ കാണിച്ചു, മരുന്നു, കുറെ കഴിഞ്ഞു, വേദന മാറില്ല. അവസാനം ഡോക്ടർമാര് പറഞ്ഞു കോഴിക്കോട് ചാത്തമംഗലത്തിനടുത്തുള്ള MVR എന്ന് പറയുന്ന ആശുപത്രി, ക്യാൻസർ ആശുപത്രിയാ, അവിടെ കൊണ്ടുപോയിട്ടൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോ ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജാണ്. ആ ഉമ്മാനെ രക്ഷിക്കാൻ ഒരു വഴിയില്ല. ഡോക്ടർമാര് പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി നല്ല നോക്കിക്കോ, നമ്മളെ കയ്യിൽ ഇനി മാർഗമില്ല, പാലിയേറ്റീവിലേക്ക് മാറ്റി. ആ ഉമ്മ 3 മാസം കിടന്ന് 4ാമത്തെ മാസം മരിച്ചു പോയി. അത് പറയുമ്പോ ഉമ്മ മരിച്ചിട്ട് 3 കൊല്ലായിട്ടാ. 3 കൊല്ലം മുമ്പ് മരിച്ച ഉമ്മനെ ആലോചിച്ച് ആ കുട്ടികൾ കരയാണ്. ആ ആൺകുട്ടികളും പെൺകുട്ടികളും കണ്ണിൽ വെള്ളം നിറയ്ക്കാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, പോട്ടെ ഉമ്മ മരിച്ചില്ലേ, ഇനിയിപ്പോ എന്താ പ്രശ്നം? അപ്പൊ ഈ മക്കള് പറയാണ്, സാറേ ബാപ്പ സ്നേഹാണ് ഞങ്ങളെ ബാപ്പ, പക്ഷേ ബാപ്പാനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കും, പൊന്നുപോലെ നോക്കും, ഒരു കുറവ് ഞങ്ങൾ വരുത്തൂല ഞങ്ങളെ ബാപ്പാക്ക്. പക്ഷേ എത്ര ഒക്കെ നോക്കിയാലും ഒരു ഭാര്യ നോക്കും പോലെ ബാപ്പാനെ നോക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് ബാപ്പാക്ക് ഒരു പെണ്ണ് വേണം. ഞങ്ങൾ ചേർന്ന് ഉമ്മ മരിച്ച് 6 മാസം കഴിഞ്ഞപ്പോ ഞങ്ങളെല്ലാരും കൂടി ചേർന്ന് തീരുമാനിച്ചു ബാപ്പാനെ കല്യാണം കഴിപ്പിക്കണം. മക്കൾ തീരുമാനിച്ചു. എന്നിട്ട് മൂത്ത